എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 2 ദിവസം മുൻപ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. വെഞ്ഞാറമൂടിൽ നടന്ന ഒരു കൂട്ടക്കൊലപാതകം. സമൂഹത്തിൽ യാതൊരു രീതിയിലുള്ള തെറ്റുകുറ്റങ്ങളും പറയാതെ നടന്ന ഒരു ചെറുപ്പക്കാരൻ. സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ നിർദാക്ഷിണ്യം വകവരുത്തിയ ഒരു കേസ്. എന്താണ് ശരിക്കും ഈ ഒരു കൊലപാതകത്തിന് പിന്നിൽ സംഭവിച്ചത്? എന്താണ് അയാളെ ഇത്തരമൊരു കൊലപാതകത്തിന് പ്രേരിപ്പിച്ചത്? ഇന്ന് നമ്മുടെ കേരളത്തിൽ വളരെ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന പല ചലച്ചിത്രങ്ങളുടെയും തീം എന്ന് പറയുന്നത് പ്യുവറായിട്ടുള്ള വയലൻസിൽ ഫോക്കസ്ഡ് ആണ്. മാർക്കോ പോലുള്ള സിനിമകൾ അതിന് ഉദാഹരണമാണ്. പുതിയ ജനറേഷനെ ഇത്തരം സിനിമകൾ സ്വാധീനിക്കുന്നുണ്ടോ? ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ഇത്തരത്തിലുള്ള ചലച്ചിത്രങ്ങൾ അവരെ പ്രേരിപ്പിക്കുന്നുണ്ടോ? അതിന് മാർഗനിർദ്ദേശം നൽകുന്നുണ്ടോ? വളരെ സമഗ്രമായി നമ്മൾ അപഗ്രഥിക്കേണ്ട ഒരു ചോദ്യമാണിത്. ആധികാരികമായി ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ഗുരുജിയോട് ചോദിക്കാം. 20 വർഷത്തിലധികമുള്ള അദ്ദേഹത്തിന്റെ മനഃശാസ്ത്രപരമായ അനുഭവ സമ്പത്ത് ഇതിന് വ്യക്തമായ ഒരു മറുപടി നമുക്ക് നൽകുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് കമന്റിൽ വ്യക്തമായി രേഖപ്പെടുത്തുക. അത്തരം ചർച്ചകൾ കൂടുതൽ മുന്നോട്ട് വന്നാൽ മാത്രമേ ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് സമൂഹത്തിൽ ഉണ്ടാവുകയുള്ളൂ. സിനിമയിലെ വയലൻസും ക്രിമിനൽ ആക്ടിവിറ്റീസും ടീനേജ് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായും നമുക്ക് റിസർച്ചിൻ്റെ പിൻബലത്തിലുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉറപ്പിച്ച് പറയാൻ സാധിക്കും അത്തരം ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കാണുന്ന പല ചലച്ചിത്രങ്ങളിലും കൂടുതൽ ഒരു നവ ലിബറേഷൻ്റെ ഭാഗമായിട്ട് പല പുതിയ പ്രവണതകളും നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഉദാഹരണത്തിന് പണ്ടൊന്നും ഉപയോഗിക്കാത്ത പല വാക്കുകൾ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപക്ഷെ നിത്യജീവിതത്തിൽ അത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ അത്തരം വാക്കുകളെല്ലാം സ്വാഭാവികമായിട്ടും സിനിമയിലെ സംഭാഷണങ്ങളിൽ വരണം എന്നുള്ള രീതിയിൽ നമ്മൾ തെറിപ്പദങ്ങൾ പലതും ഉപയോഗിച്ച് അതെന്തോ ഒരു വലിയൊരു കാര്യമായി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ എന്തോ ഒരു വലിയൊരു സംഭവമായിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുന്നുണ്ട്. വാസ്തവത്തിൽ അത്തരം കാര്യങ്ങൾ പലപ്പോഴും ഒരു വിഭാഗം ആൾക്കാർ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് അവരതിനെ എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞ് ന്യായീകരിക്കേണ്ട കാര്യങ്ങളല്ല എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കേണ്ടതാണ്. ഇത് മാത്രമല്ല, നമ്മളിപ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, ചലച്ചിത്രങ്ങളിൽ നിന്ന് നമ്മൾ പല കാര്യങ്ങളും ഒരു സമൂഹം മാറുന്നതനുസരിച്ച്, പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്നതനുസരിച്ച് നമ്മൾ പല പ്രവണതകളും ചലച്ചിത്രങ്ങളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ജെൻഡർ ഇക്വാലിറ്റിക്ക് എതിരായിട്ട് നിൽക്കുന്ന സംഭാഷണങ്ങൾ ഇപ്പോഴത്തെ സിനിമകളിലധികം വരാറില്ല. വന്നാൽ തന്നെ അത് സോഷ്യൽ മീഡിയയിലും മറ്റും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട് ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നത് കൊണ്ട് ഇപ്പോൾ അങ്ങനെ ആരും സ്ക്രിപ്റ്റുകൾ എഴുതാറില്ല. അതുപോലെ തന്നെ നിറത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ സമൂഹത്തിലെ ക്ലാസ് ഡിഫറൻസിൻ്റെ പേരിലൊക്കെയുള്ള സംഭാഷണങ്ങളും ആ രീതിയിലുള്ള കോൺവെർസേഷൻസ്, ആ രീതിയിലുള്ള തമാശകൾ പോലും ഇപ്പോൾ നമ്മുടെ ചലച്ചിത്രങ്ങളിൽ നിന്നും ഒഴിവായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അത്തരം നല്ല കാര്യങ്ങളെല്ലാം നമ്മൾ ആലോചിച്ച് അതിൽ നന്നായിട്ട് വിവേചനം ചെയ്ത് നല്ല രീതിയിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്താണ് നമ്മളിപ്പോൾ സ്ക്രിപ്റ്റൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരു വശത്ത് ഈ ഒരു കാര്യത്തിൽ സമൂഹത്തെ ഗ്രസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ അപകടത്തെ നമ്മൾ കൺസേൺ ചെയ്യാതെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നുണ്ടെന്നും സമൂഹത്തിൽ ഇതിലൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. മാധ്യമങ്ങൾക്കാകട്ടെ അല്ലെങ്കിൽ ചലച്ചിത്രങ്ങൾക്കാകട്ടെ, സിനിമയ്ക്കാകട്ടെ, കഥയോ കവിതയോ ഏത് രീതിയിലുള്ള കലാ ആവിഷ്കാരമായാലും ശരി, അതിൽ സോഷ്യലി ഒരു ചെറിയൊരു കമ്മിറ്റ്മെന്റ് കൂടെ ഉണ്ട് എന്നുള്ളതിനാൽ തീർച്ചയായിട്ടും നമ്മൾ ഗൗരവമായിട്ട് പരിഗണിക്കേണ്ട ഒരു കാര്യം തന്നെയാണിത്. ഇവിടെ തീർച്ചയായിട്ടും ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ഇപ്പോൾ ആ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണാലിറ്റി ഇതിനകത്തൊരു ഫാക്ടർ തന്നെയാണ്. ഇപ്പോൾ കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു ടീനേജുകാരൻ്റെ വ്യക്തിത്വവും ആ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒരു ഘടകമാണ്. വളരെ ശക്തമായ ഒരു പേഴ്സണാലിറ്റി, ഉദാഹരണത്തിന് എല്ലാ കാര്യങ്ങളെയും നന്നായിട്ട് വിവേചിച്ചറിഞ്ഞ് നല്ലതേത് ചീത്ത ഏത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ഉള്ള ഒരു വ്യക്തിത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പരിധിക്കപ്പുറം ഇൻഫ്ലുവൻസ് ചെയ്യുകയില്ല. അതുപോലെ തന്നെ മീഡിയയെ അല്ലെങ്കിൽ സിനിമയെ
ക്രിട്ടിക്കലി അനാലിസിസ് ചെയ്യുവാനുള്ള ഒരു സംസ്കാരം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ ഒരു പരിധിവരെ ഇത് വലിയ പ്രശ്നമാവുകയില്ല. അതുപോലെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതുപോലുള്ള വയലന്റ് ആയിട്ടുള്ള മൂവീസ് ഒക്കെ കാണുന്ന സമയത്ത് ഈ ടീനേജേഴ്സിനെ പാരൻസ് കൂടെ ഇരുന്ന് അതിന്റെ ഇത്തരം സീൻസ് ഒക്കെ വരുന്ന സമയത്ത് അതിനെ വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്ത് ഇങ്ങനെയെല്ലാം കാണിക്കുന്നത് വഴി സമൂഹത്തിൽ എന്ത് മെസ്സേജാണ് ഇവർ നൽകുന്നത് എന്നുള്ള രീതിയിൽ ഒരു ഡിസ്കഷൻ അവിടെ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും അത് ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കും. തീർച്ചയായിട്ടും കുട്ടികൾ അതിന് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഇത്തരം വയലൻസിനോട് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുവാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത്തരം പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും നമ്മളിപ്പോൾ വൾണറബിൾ ആയിട്ടുള്ള ഒരുപാട് പേഴ്സണാലിറ്റീസ് സമൂഹത്തിലുണ്ട്. പല രീതിയിലുള്ള ഡീവിയേഷൻസ് ഉള്ള കുട്ടികളുണ്ടാവാം, ചെറിയ ഡിസോർഡേഴ്സ് ഉള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികളുണ്ടാവാം. അപ്പൊ അങ്ങനെ അതുപോലെ ക്രിമിനൽ ടെൻഡൻസി ഉള്ള കുട്ടികളുണ്ടാവാം. ഇപ്പൊ തന്നെ നമ്മുടെ പുതിയ പല റിസർച്ചും പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ടെസ്റ്റോസ്റ്റെറോണിൻ പോലുള്ള, അതായത് ടീനേജ് സമയത്ത് ഈ ഹോർമോൺ മെയിൽ ഫീമെയിൽ ഹോർമോൺസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്ന സമയമായതുകൊണ്ട് അഗ്രസീവായിട്ടുള്ള ടെസ്റ്റോസ്റ്റെറോൺ ഹോർമോണുള്ള കുട്ടികളിൽ ക്രിമിനൽ ആക്ടിവിറ്റി കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ സെറോട്ടോണിൻ കുറഞ്ഞിരുന്നാൽ അതുണ്ടാവാം, കോർട്ടിക്കോളിന്റെ ഓവർ ആക്ടിവിറ്റീസ് വഴി ഉണ്ടാവാം. അപ്പൊ ആൾറെഡി ഇങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മൂവീസ് ട്രിഗർ ചെയ്യും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അവരിലുള്ള ആ വാസനകളെ ട്രിഗർ ചെയ്ത് ഇത്തരം കാര്യങ്ങൾ ഇൻസ്പിറേഷനായിട്ട് മാറും, നെഗറ്റീവായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനുള്ള ഇൻസ്പിറേഷനായിട്ട് മാറും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. സമൂഹത്തിൽ ഇങ്ങനെ ഈ രീതിയിൽ ഒരു അപകട സൂചന അല്ലെങ്കിൽ ഈ രീതിയിൽ ഒരു ആപത്ത് നമുക്ക് വ്യക്തമായ രീതിയിൽ ഇൻഡിക്കേഷൻ കിട്ടുമെങ്കിലും അതിനെതിരെ ഒന്നും ചെയ്യാതിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ക്രിമിനൽ ആക്ടിവിറ്റി. അത് ചെയ്യേണ്ട ആൾക്കാർ സമൂഹത്തിൽ നിയമപരമായിട്ട് അല്ലെങ്കിൽ മനസാക്ഷിക്കനുസരിച്ചും ഒക്കെ ഇതിനകത്ത് എല്ലാവർക്കും ഒരു പങ്കുണ്ട്. ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഈ വിഷയത്തെ പ്രതിരോധിക്കാൻ സാധിക്കും. ഒന്ന് എന്ന് പറയുന്നത് അത്യാവശ്യം പുതിയ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ അല്ലെങ്കിൽ പുതിയ ചില ഗൈഡ് ലൈൻസ് കൊണ്ടുവന്ന് ഈ സിനിമകളിലെ വയലൻസ് റെസ്ട്രിക്റ്റ് ചെയ്യുവാൻ. അതിപ്പോൾ നമ്മൾ അതിനൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തത് കൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് കുട്ടികളുടെ അടുത്തത് എത്തില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ മറ്റേ ഏജ് ഓഫ് 18 എന്ന് പറയുന്നത് നമ്മൾ ടീനേജ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വിഷയമല്ല. അതുകൊണ്ട് മാത്രം അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ അല്ല വേണ്ടത്. ചില രംഗങ്ങളെങ്കിലും ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഫിലിം മാർക്കോ എന്ന് പറയുന്ന ഫിലിം മലയാള സിനിമയിൽ എന്തോ ഒരു പുതിയ വഴിത്തിരിവാണ്, സംഭവമാണ് എന്ന രീതിയിൽ അവതരിപ്പിച്ച ആ ചലച്ചിത്രം വാസ്തവത്തിൽ വയലൻസിന്റെ അങ്ങേയറ്റത്തെ ഏറ്റവും ക്രൂരമായ രീതിയിലുള്ള വയലൻസ് എങ്ങനെ കാണിക്കാം, അങ്ങനെ ആ രീതിയിൽ എങ്ങനെ നമുക്ക് ഒരു വ്യത്യസ്തത കൊണ്ടുവരാം എന്ന രീതിയിൽ ശ്രമിച്ചതുപോലെയാണ് ആ ചലച്ചിത്രം വന്നതും. ആ ചലച്ചിത്രത്തിലെ ആ വയലൻസ് നമ്മുടെ പ്രേക്ഷകർ അതിമനോഹരമായിട്ട് അങ്ങ് കുറെ പേർ ആസ്വദിച്ചു, കുറേയേറെ ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ എന്തായാലും ഇത് ഓരോ വ്യക്തികളിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടാണ്. ഇപ്പൊ ആൽക്കഹോളിന്റെ കാര്യം എടുക്കാം. ആൽക്കഹോൾ ഉപയോഗിച്ച ശേഷം വളരെ ശാന്തമായിട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ആൽക്കഹോൾ ഉപയോഗിച്ച ശേഷം ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. റാഷണൽ മൈൻഡ് പൂർണ്ണമായിട്ടും റാഷണൽ ആയിട്ടുള്ള തോട്ട്സും ലോജിക്കലായിട്ടുള്ള ചിന്തകളും എല്ലാം നഷ്ടപ്പെട്ട് വളരെ ഒരുപക്ഷെ ശരിയായ ബോധത്തിലാണെങ്കിൽ ഒരിക്കലും ചെയ്യാത്ത പ്രവൃത്തികൾ ആൽക്കഹോൾ ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നിരന്തരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സമൂഹത്തിന്റെ ഒരു മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. നമ്മുടെ മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാകുന്നത് മാത്രമല്ല മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞത്. ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു മെന്റൽ ഹെൽത്ത് ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയുടെ മെന്റൽ ഹെൽത്തിനെ മൊത്തത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ആൽക്കഹോളിന്റെ യൂസ് ആയാലും ഡ്രഗ്സിന്റെ യൂസ് ആയാലും അതുപോലെ തന്നെ ഈ പറഞ്ഞ വയലൻസും ക്രിമിനൽ ആക്ടിവിറ്റീസും കൂടുതലുള്ള സിനിമകളുടെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് എല്ലാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാര്യം ഇതിന്റെ ഗൈഡ് ലൈൻസ് പുനഃപരിശോധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഞാൻ പറഞ്ഞതുപോലെ ഈ മീഡിയയെ അല്ലെങ്കിൽ സിനിമയെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുവാൻ, അല്ലാതെ അതിൽ പറയുന്നത് അതുപോലെ വിഴുങ്ങാനല്ല, ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുവാനും അതിൻ്റെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് തെറ്റാണ്, ഇതൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ ഒരു വിവേചനപൂർവ്വം അനലൈസ് ചെയ്യുവാനുമുള്ള ഒരു പദ്ധതി കരിക്കുലത്തിൽ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ തന്നെ നടപ്പിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലതായിരിക്കും ഇനിയുള്ള കാലഘട്ടത്തിൽ. കാരണം
ഇനി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളേറെ കുട്ടികളിൽ സ്വയം അത് വിവേചിച്ച് കണ്ടുപിടിച്ച് തെറ്റും ശരിയും തിരിച്ചറിയുവാനുള്ള പ്രാപ്തി ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അടുത്തൊരു കാര്യം, ഈ ഇത്തരം സെൻസിറ്റൈസ് ചെയ്ത് ഇത്തരം സിനിമകൾ സ്ഥിരമായിട്ട് കണ്ട് സെൻസിറ്റൈസ് ചെയ്യുമ്പോൾ കുട്ടിയിൽ അവരിൽ ബേസിക് ആയിട്ടുള്ള കമ്പാഷൻ പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള കാരുണ്യം, ഇതെല്ലാം ഒരു വേണ്ടാത്ത കാര്യമാണെന്ന് തോന്നുകയും ഇതുപോലെ റഫായിട്ട് അല്ലെങ്കിൽ വളരെ റഫായിട്ടും ഇരിക്കുന്നതാണ് ഹീറോയിസം എന്ന് ചിന്തിക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ ഇതിനെ ഗ്ലാമറൈസ് ചെയ്താണ് പലപ്പോഴും സിനിമകൾ കാണിക്കുന്നത്. റൊമാൻറ്റിസൈസ് ചെയ്തും ഗ്ലാമറൈസ് ചെയ്തും ഒക്കെയാണ് നമ്മൾ ക്രിമിനൽ ആക്ടിവിറ്റീസിനെ അതിനകത്ത് കാണിക്കുന്നത്. അതിനകത്തുണ്ടാകുന്ന ഒരു ആന്റി ഹീറോ വർഷിപ്പ് പോലുള്ള കാര്യങ്ങൾ വരാം. അല്ലെങ്കിൽ ഒരു ഹീറോ ആകാൻ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒരു തടസ്സമല്ല എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകാനാണ് പലപ്പോഴും ഇത്തരം സിനിമകൾ സഹായിക്കുന്നതെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവിടെ ഇത്തരം അപകടങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ വിവേചിച്ചറിയുവാനുള്ള ഒരു ബുദ്ധി കുട്ടികൾ വളർത്തിയെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, എപ്പോഴും ഒരു നെഗറ്റീവായ കാര്യം ഒരു സമൂഹത്തിൽ വരുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ പ്രതിരോധിക്കാം. ഒന്ന്, ആ നെഗറ്റീവായ കാര്യത്തെ ഇല്ലായ്മ ചെയ്യുക അല്ലെങ്കിൽ ഇറാഡിക്കേറ്റ് ചെയ്യുവാനുള്ള കാര്യങ്ങൾ ചെയ്യുക. രണ്ടെന്ന് പറയുന്നത് പോസിറ്റീവായ കാര്യങ്ങൾ കൊണ്ട് അതിനെ കുറേയൊക്കെ ബാലൻസ് ചെയ്യുക. അപ്പോൾ കുട്ടികളിൽ ആ ഒരു റൈറ്റ്സ്, ഇപ്പം കുട്ടികൾ റൈറ്റ്സിനെ കുറിച്ച് എപ്പോഴും പറയും, അവരുടെ അവകാശങ്ങളെക്കുറിച്ച്. അതുപോലെ തന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റി ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ടു റൈറ്റ്സ് എന്നുള്ളത് അവരിൽ ഫീഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിനേക്കാളെല്ലാം പ്രധാനമായിട്ട് നമ്മുടെ ഒരു ഭാരതീയമായിട്ടുള്ള സേവ എന്നൊരു കൺസെപ്റ്റ് നമുക്കുണ്ട്. സേവ, സർവീസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. സേവ ഈസ് ഫോർ സേവ ഒള്ളി, അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയല്ല. അപ്പോൾ സർവീസ് അഥവാ സേവ എന്ന് പറയുന്ന മെന്റാലിറ്റി നമ്മൾ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വയലൻസിന് ഓപ്പോസിറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. മൈ ലൈഫ് ഈസ് ഫോർ അതേഴ്സ് ഓൾസോ, അവരുടെ കാര്യങ്ങൾ കൺസേൺ ചെയ്യാനാണ്, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ സർവീസ് മെന്റാലിറ്റിയോട് കൂടി പ്രവർത്തിക്കുവാനാണ് എന്ന ആ ഒരു മനസ്സുള്ള ഒരാൾക്ക് ഒരിക്കലും ഒരു വയലൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകില്ല, അവരൊരു വയലൻസിലേക്ക് തിരിയുകയില്ല. അപ്പോൾ ഇത് സമൂഹത്തിന് തീർച്ചയായിട്ടും ഒരു ദുരന്തമാണ്. ഇത്തരം കാര്യങ്ങളെ ഒരുമിച്ച് നിന്ന് ഒരു സമൂഹ മനസ്സാക്ഷി ഒരുമിച്ച് ഇതിനെതിരെ പ്രതികരിച്ചാൽ മാത്രമേ ഇതൊക്കെ ഏതെങ്കിലും രീതിയിൽ ഇവിടുത്തെ ഭരണ സംവിധാനം ശ്രദ്ധിക്കുകയുള്ളൂ. കാരണം വാസ്തവത്തിൽ ഇതിനൊന്നും ഒരു പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സംവിധാനം നിർഭാഗ്യവശാൽ നമുക്ക്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമായ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണ സംവിധാനം നമുക്കില്ല എന്ന് നമ്മൾ പല പ്രാവശ്യവും നമ്മുടെ സമൂഹത്തിൽ തെളിയിച്ചിട്ടുള്ളത് കൊണ്ട് ഇതിനകത്ത് ആകെ പ്രതീക്ഷ നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ, മാതാപിതാക്കൾ, സാധാരണ വ്യക്തികൾ ഇതിനെതിരെ പ്രതികരിക്കുക, ഒരുമിച്ച് പ്രതികരിച്ച് കൂട്ടായ്മയോടെ പ്രതികരിച്ചാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ. അതോടൊപ്പം ഏറ്റവും പ്രധാനമായി ബോധവൽക്കരണം, അത് വ്യക്തിപരമായി, കുടുംബത്തിൽ, സമൂഹത്തിൽ എല്ലാം ഒരു ബോധവൽക്കരണം, കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കുട്ടിയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ, അവൻ്റെ ചിന്താരീതിയിൽ വ്യത്യാസം കാണുമ്പോൾ, അല്ലെങ്കിൽ അവൻ കൂടുതൽ നേരം വാതിലടച്ച് അകത്തിരിക്കുന്നു, അവൻ്റെ ചിന്തകളിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ അവൻ കൂടുതൽ എൻജോയ് ചെയ്യുന്നുണ്ടെന്നൊക്കെ നോക്കുമ്പോൾ അതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും വേണ്ട സമയത്ത് കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അധ്യാപകരോ വെൽവിഷേഴ്സോ പോയിന്റ് ഔട്ട് ചെയ്യുമ്പോൾ അതിനെ നിഷ്പക്ഷമായിട്ട് അനലൈസ് ചെയ്യേണ്ടതൊക്കെ ഈ ഒരു ഘട്ടത്തിൽ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്.